ഒരു കൂട്ടം ജനത്തിനു വേണ്ടി നിങ്ങൾ ഹൃദയം തുറക്കുമ്പോൾ ദൈവം നിങ്ങളുടെ വീട് തുറക്കും. വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ അനേകർ വന്ന് യേശുവിനെ മനസ്സിലാക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്ക്. ദൈവമാർഗം കടക്കാരനല്ല. നിങ്ങൾ ഒരു കാലത്ത് ഒത്തിരി കർത്താവിന് വേണ്ടി ഓടി നടന്നവരായിരിക്കാം. ഇപ്പോൾ വാർദ്ധക്യത്തിലും ക്ഷീണത്തിലുമായിട്ട് എന്നെ ആരും നോക്കാനില്ലെന്ന് വിചാരിക്കുന്ന ഒരു ചിന്തയിലാണോ? സാരമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതും. ഏത് വിധത്തിലുള്ള ഭാരമാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിലും നിങ്ങളുടെ അടുക്കിലേക്ക് കർത്താവ് വരും. അവർ പുഴവക്കത്തിരുന്ന സ്ത്രീകൾ അവർ ഒരിക്കലും ഓർത്തില്ല പൗലോസിനെ പോലെയുള്ള ഒരു അഭിഷിക്തൻ അവിടെ വരുമെന്ന്. അവരുടെ രീതി അനുസരിച്ച് ആരാധിക്കുക. കുറഞ്ഞ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു സിനഗോഗില്ല, പക്ഷേ പ്രാർത്ഥനാ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് കൂടിയ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അതെ, സ്ത്രീകൾക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റുമോ? അതും സംശയമുള്ള പരിമിതി കാലഘട്ടത്തിലുണ്ട്. ഒരു സഭയുടെ ആദ്യത്തെ ഫലമായി അവൾ ലുദിയെ തിരഞ്ഞെടുത്തെങ്കിൽ അങ്ങനെ സ്ത്രീകൾക്ക് കേൾക്കാൻ പറ്റുമോ? അതെ, നിങ്ങൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ലാതെ യേശുവിന്റെ സുവിശേഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിലേക്ക് ഇറങ്ങി വരും. കാരാഗ്രഹത്തിലാണെങ്കിലും വീടിന്റെ തടവറയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും നിങ്ങളെ ദൈവമാക്കിയ സ്ഥലത്ത് എവിടെയും ആയിക്കൊള്ളട്ടെ, അവിടേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ സുവിശേഷത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ഇറങ്ങി വരും. പ്രിയമുള്ളവരെ, ഒരിക്കലും ദൈവഭക്തയായ സ്ത്രീയുടെ പ്രതീക്ഷ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ പോലും സത്യവചനം അവൾക്ക് വെളിപ്പെടുത്താൻ സ്വർഗം പ്രസാദിച്ചു. നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്. യഹോവ ഭക്തരാണ്. നമ്മൾ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ വേണ്ടത് നിങ്ങൾ അറിയാതെ പോകരുത്. യഥാർത്ഥമായ സത്യം പിശാച് നിങ്ങൾ ഇന്ന് മറച്ചു വെക്കരുത്. നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അതെ, ഒരു മത നേതാക്കന്മാർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒന്നും മരണത്തിന് ശേഷമുള്ള നിത്യമായ ജീവിതത്തിന് വേണ്ടി നമ്മളെ തയ്യാറാക്കാൻ കഴിയില്ല. മരണത്തിനപ്പുറത്ത് കടന്നു എന്ന യേശു മാത്രമാണ് മരണമില്ലാത്തവൻ. അതെ, മരണമില്ലാത്തവനെ നിങ്ങളുടെ മരണത്തിന് മുൻപ് കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ വഴിയിലുള്ള പ്രതിസന്ധികൾ ദൈവം മാറ്റും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും വിടുവിക്കപ്പെടും. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല വിഷയങ്ങളുടെ മറുപടികൾ നിങ്ങൾക്ക് കിട്ടിയില്ലായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും.